ചാരേ പാർട്ട് 22. ആരവ് രാവിലെ എണീക്കുമ്പോൾ തലക്ക് നല്ല തലവേദന തോന്നിയിരുന്നു. അപ്പോഴാണ് ഇന്നലെ സംഭവിച്ചതെല്ലാം അവൻ ഓർക്കുന്നത്. അവനൊന്ന് തല കുടഞ്ഞുകൊണ്ട് നേരെ നോക്കുമ്പോഴാണ് നിലത്ത് കാലുകൾക്കിടയിൽ മുഖമൊളിപ്പിച്ചു വെച്ച് അവൾ കിടക്കുന്നത് ആരവ് കാണുന്നത്. അത് കണ്ടതും അവനൊരു സങ്കടത്തോടെ അവളെ നോക്കി. തൊട്ടടുത്ത നിമിഷം അവൾ വൈശാലിയെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നതും അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എണീറ്റു പോയി. അവൻ ഫ്രഷായി വരുമ്പോഴാണ് അവൾ പതിയെ തലയുയർത്തി നോക്കുന്നത്. അവൻ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടെ നിന്നും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിലും തുറന്ന് പോകാൻ നേരത്താണ് ഭക്ഷണം കൊണ്ട് സ്റ്റാഫ് വരുന്നത്. അവരെ കണ്ടതും ഇങ്ങോട്ട് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വൈഷ്ണവി ഒന്നും മിണ്ടാതെ അതെല്ലാം നോക്കി നിന്നു. അവളുടെ മുഖത്ത് വിഷാദം മാത്രം കാണപ്പെട്ടു. വൈഷ്ണവി ആർക്കോ വേണ്ടി ഒന്ന് ഫ്രഷായി കിടക്കയിൽ വന്ന് കിടന്നു. കണ്ണും തുറന്ന് അങ്ങനെ ഒരുപാട് നേരം അവൾ കിടന്നു. ഇതേ സമയം ഓഫീസിൽ പോയ ആരവ് എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്താടാ നിനക്ക്? വൈഷ്ണവിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈശാഖ് ഒന്നുമില്ല. ഒന്നുമില്ലാതെ നീ ഇങ്ങനെ അല്ലല്ലോ. വൈശാഖ് ഞാനിപ്പോ ഇങ്ങനെയാണ്, അത്ര തന്നെ. ആരവ് വൈശാഖിനോട് പോലും ഒന്ന് സംസാരിക്കാൻ ആരവ് കൂട്ടാക്കാതെ മാറി നടന്നു. ഉച്ചക്ക് സ്റ്റാഫ് ഫുഡ് കൊണ്ടുവന്ന് വെച്ചുപോയി. എപ്പോഴോ വൈഷ്ണവി അതെടുത്ത് ഒന്ന് നോക്കി. വായിലൂടെ ഒന്നും ഇറങ്ങിപ്പോവാത്ത പോലെ തോന്നി അവൾക്ക്. ഫുഡ് അതുപോലെ അടച്ചു വെച്ചുകൊണ്ട് വൈഷ്ണവി കിടന്നു. രാത്രി ആരവ് മുറിയിലേക്ക് വരുമ്പോഴാണ് വൈഷ്ണവി എണീക്കുന്നത്. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ ബാത്റൂമിൽ കയറിപ്പോയി. അവൾ അത് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ബെഡിൽ നിന്നും എണീറ്റ് പൂളിൻ്റെ അരികിൽ പോയിരുന്നു. ചുറ്റും ഒന്ന് നോക്കിയെങ്കിലും യാതൊരു ഭയവും അവളിൽ ഇല്ലാത്ത പോലെ തോന്നിയവൾക്ക്. പൂളിൻ്റെ അരികിലുള്ള ചെയറിൽ അവൾ വന്നു കിടന്നു. ഇവൻ എന്നെ ഒന്ന് ശ്രദ്ധിക്കാത്തത് കണ്ടിട്ട് എന്തിനാ എൻ്റെ ഹൃദയം ഇങ്ങനെ വേദനിക്കുന്നത്? ആർക്കു വേണ്ടിയാ ഞാൻ ഈ കരയില്ലെന്ന് വെച്ചോ? അവന് വേണ്ടിയാ ഞാനിപ്പോൾ കരയുന്നത്. എന്തിനാ ഇതൊക്കെ? വൈഷ്ണവി ആത്മാ. നിറമേയോടെ പൂളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അങ്ങനെ ആലോചിച്ചു. അവൻ ഫ്രഷായി വരുമ്പോൾ വൈഷ്ണവി അവിടെ ഇല്ലാത്തത് കണ്ട് അവൻ ചുറ്റുമൊന്ന് നോക്കി. പൂളിലേക്ക് നോക്കി കിടക്കുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവനും കിടക്കയിലേക്ക് കിടന്നു. നിന്നെ ഞാൻ എത്രത്തോളം വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് അറിയുള്ളൂ വൈഷ്ണവി. ആ നീ എന്നെ ഏറെ വേദനിപ്പിച്ചു. ആ നിമിഷം ഓർക്കുന്തോറും നിന്നോടുള്ള ദേഷ്യം വെറുപ്പായി മാറുന്നു. വൈശാലി, വൈശാഖ് ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത് പോലും. അവർ എനിക്ക് എത്രത്തോളം ജീവനാണെന്ന് നിനക്കറിയില്ല. നീ കാരണം വൈശാലി വേദനിച്ച നിന്നെ വെറുതെ വിടാൻ എനിക്കാവില്ല വൈഷ്ണവി. ആരവ് ആത്മാ. പൂളിലേക്ക് നോക്കിക്കിടക്കുന്ന വൈഷ്ണവിയെ നോക്കിക്കൊണ്ട് അവൻ ഓരോന്നാലോചിച്ച് അങ്ങനെ മയങ്ങിപ്പോയിരുന്നു. വൈഷ്ണവിക്ക് ഉറക്കം തന്നെ ഇല്ലായിരുന്നു. അവിടുത്തെ തണുപ്പിൽ അവളൊന്ന് വിറച്ചു. റൂമിലേക്ക് വരാൻ എന്തുകൊണ്ടോ അവളുടെ മനസ്സ് അതിനനുവദിച്ചില്ല. ആ തണുപ്പിൽ കിടന്ന് വിറച്ചുകൊണ്ട് അവളിരുന്നു. അങ്ങനെ 5 ദിവസം ഇതുപോലെ കഴിഞ്ഞു പോയി. അതിൻ്റെ ഇടയിൽ ദീപ്തി വന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും തലവേദനയാണെന്ന് പറഞ്ഞ് വൈഷ്ണവി ഒഴിഞ്ഞു മാറി. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശ്രദ്ധിച്ച സ്റ്റാഫ് വന്ന് അവൾക്ക് സ്പെഷ്യലായിട്ട് കേരള ഫുഡ് ഉണ്ടാക്കി നൽകിയപ്പോഴും അവരുടെ മുമ്പിൽ സന്തോഷം കാണിച്ചു അത് കഴിച്ചെന്ന് വരുത്തി. ഈ ദിവസത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും 2 പേരും സംസാരിക്കാൻ ശ്രമിച്ചതേയില്ല. 2 പേരുടെയും ഉള്ളിൽ കിടന്ന് വിങ്ങിയിട്ടും പരസ്പരം അവർ സംസാരിക്കാൻ നിന്നില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ നല്ല ചുമയോടെയാണ് വൈഷ്ണവി എണീക്കുന്നത്. അവളുടെ ചുമയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അന്ന് ആരവ് എണീക്കുന്നത്. ഹോ, എന്തൊരു ശല്യമാണിത്! ദേഷ്യത്തിൽ എണീറ്റുകൊണ്ട് ആരവ് പറഞ്ഞതും ഒരു നിമിഷം അവളൊന്ന് അവനെ കടുപ്പിച്ചു നോക്കി.
ഒന്നും മിണ്ടാതെ അവൾ അവിടെ നിന്നും വാതിലും തുറന്ന് ഇറങ്ങിപ്പോയി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു പറയുന്നത് കേൾക്കാൻ അവൻ ഏറെ കൊതിച്ചിരുന്നു. അത് അവളിൽ നിന്നും വരാത്തത് അവനെ ഒന്ന് നോവിപ്പിച്ചു. ഇതേ സമയം അടുക്കളയിലേക്ക് പോകുന്ന വൈഷ്ണവി, ഞാനിനി ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. ഞാൻ ഇനിയും സംസാരിച്ചു പോയാൽ അറിയാതെ അവനിലേക്ക് അടുത്തു പോകും. ഇവിടെ നിന്നും ഇറങ്ങാൻ പോകുന്ന ഞാൻ എന്തിനാ വെറുതെ എൻ്റെ മനസ്സിന് ഓരോ മോഹങ്ങൾ നൽകുന്നത്? ഇനി ഒന്നും വേണ്ട. വൈഷ്ണവി അടുക്കളയിലേക്ക് വന്നതും സ്റ്റാഫ് എല്ലാം അവളെ കണ്ടതും, കുറേയായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട്, എന്ത് പറ്റി മോളെ? നിന്റെ മുഖമെല്ലാം വാടിയിരിക്കുന്നു, കണ്ണിൻ്റെ അടിയിൽ നല്ല കറുപ്പ് വന്നിട്ടുണ്ടല്ലോ, ഉറങ്ങാറില്ലേ മോളെ? സ്റ്റാഫ്, അറിയില്ല ചേച്ചി, ശരീരമെല്ലാം നല്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ നന്നായി ചുമക്കാൻ തുടങ്ങി. നല്ല ചുമയുണ്ടല്ലോ, ഇവിടെ ഇരിക്ക്, ഞാൻ ചുക്ക് കാപ്പി തയ്യാറാക്കട്ടെ. സ്റ്റാഫ് വൈഷ്ണവിയെ അവിടെ ഇരുത്തിക്കൊണ്ട് അവർ കാപ്പി തയ്യാറാക്കി. പെട്ടെന്നാണ് ബോധം അറിഞ്ഞുകൊണ്ട് വൈഷ്ണവി നിലത്തേക്ക് വീഴുന്നത്. ശബ്ദം കേട്ട് സ്റ്റാഫുകളെല്ലാം ഭയന്നു നോക്കി. വേഗം വേഗം സാറിനെ വിളിക്ക്. ഒരു സ്റ്റാഫ് അത് പറഞ്ഞതും മറ്റൊരു സ്റ്റാഫ് ആരവിനെ വിളിക്കാനായി ഓടിയെത്തിയപ്പോഴേക്കും ആരവ് വണ്ടിയും എടുത്ത് പോകുന്നതാണ് അവർ കാണുന്നത്. അപ്പോഴാണ് താഴേക്ക് ഇറങ്ങി വരുന്ന വൈശാഖിനെ കാണുന്നത്. സാർ, ഒന്ന് പെട്ടെന്ന് വരുമോ? അടുക്കളയിൽ വൈഷ്ണവി കുഞ്ഞ് ബോധം കെട്ട് കിടക്കുകയാണ്. സ്റ്റാഫ്, അതിന് ഇവരെന്ത് വേണം? ബോധം വരുമ്പോൾ അവൾ എണീറ്റ് പോവട്ടെ, ഇവിടെ ആരും അടുക്കളയിൽ കയറാറില്ല. ആരവിൻ്റെ അമ്മ, അതെ, നീ അതിലൊന്നും പോവാൻ നിൽക്കരുത് മോനെ. അമ്മായി അത് കേട്ടുകൊണ്ടുവന്ന അമ്മായിയും മാലിനിയും അത് പറഞ്ഞതും, എൻ്റെ ഭാര്യ തളർന്നു വീണപ്പോഴും ഇത് തന്നെയല്ലേ ഇങ്ങനെ ഇവരോട് പറഞ്ഞത്? വൈശാഖ് അത് കേട്ടതും അവരൊന്നും മിണ്ടിയില്ല. വൈശാഖ് അവരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി സ്റ്റാഫിൻ്റെ കൂടെ പോയി വൈഷ്ണവിയെ കോരിയെടുത്ത് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. നന്നായി ചുമക്കുന്നുണ്ട്. ചുമ തുടങ്ങിയിട്ട് ഒത്തിരി ആയെന്ന് തോന്നുന്നു. ബി പി കുറഞ്ഞതാണ്. ഭക്ഷണം കഴിക്കുന്നത് നല്ല കുറവായി കാണുന്നുണ്ട്. നല്ല പനിയുമുണ്ട്. ഇപ്പം നമുക്കൊന്ന് ട്രിപ്പിട്ട് നോക്കാം. മരുന്നും എഴുതിയിട്ടുണ്ട്. കുറവില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ഇപ്പോൾ മയക്കത്തിലാണ്. ഉണർന്നാൽ ഉടൻ ഈ മരുന്ന് നൽകണം. ഡോക്ടർ അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ദീപ്തിയും വൈശാഖും പരസ്പരം നോക്കി. വൈശാഖ്, എന്താ ഇതൊക്കെ? ആരവും വൈഷ്ണവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വൈഷ്ണവി എന്നോട് പോലും ഒന്ന് സംസാരിക്കാൻ കൂട്ടാക്കാതെ ഫുൾ ടൈം ഈ മുറിയിൽ കിടത്തം തന്നെയാണ്. ദീപ്തി, അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്. അത് ആരവ് തുറന്ന് പറയുന്നില്ല. അവർ തന്നെ തീർക്കുമെന്ന് ഞാനും വിചാരിച്ചു. ഇതിപ്പോ ഒരാഴ്ചയോളം ആയില്ലേ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. നീ വൈഷ്ണവിയുടെ കൂടെ തന്നെ നിൽക്ക്. വൈശാഖ് ഇതെല്ലാം അമല ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വൈശാഖ് അവിടെ നിന്നും പോയതും ദീപ്തി വൈഷ്ണവിയെ നോക്കിക്കൊണ്ട് കിടക്കയുടെ ഒരു ഭാഗത്തിരുന്നു. അമല ഇതെല്ലാം നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. മുറിയിൽ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മായിയുടെയും മാലിനിയുടെയും അടുത്തേക്ക് അമല സന്തോഷത്തോടെ വന്നു. അമ്മ ആൻറ്റി, ഒരു സന്തോഷ വാർത്തയുണ്ട്. അമല, എന്താ മോളെ? മാലിനി, ആരവും ആ വൈഷ്ണവിയും തമ്മിൽ എന്തോ കാരണം കൊണ്ട് ഇപ്പോൾ തെറ്റിലാണ്. ഒരാഴ്ചയായി പോലും. അമല, ഓ, ഇത് നല്ലൊരു അവസരമാണ് മോളെ. നീ ഈ ടൈം നോക്കിക്കൊണ്ട് അവൻ്റെ കൂടെ കൂടണം. അവർ തമ്മിലുള്ള ഈ അകൽച്ച ഇങ്ങനെ തന്നെ പോകുന്നതാണ് നമുക്ക് നല്ലത്. മാലിനി, അത് നല്ലൊരു ഐഡിയ ആണല്ലോ ആൻറ്റി. ഈ അവസരം നീ മുതലെടുത്താൽ ആരവ് നിന്റെ കൂടെ കാണും. അമ്മായി, നിങ്ങളെല്ലാം നോക്കിക്കോ. ഇനി ഈ അമല കളിക്കാൻ പോകുന്ന നാടകം എന്തൊക്കെയാണെന്ന്. അതിനു മുമ്പ് ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്യണം. അമല, എന്താ മോളെ? മാലിനി, എൻ്റെ ആ കൂട്ടുകാരി എന്ന് പറയുന്ന കുട്ടിയല്ലേ ഇവിടെ നിൽക്കുന്ന ആ ആരതി? അവളുണ്ടല്ലോ, അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും ഓടിക്കണം ആൻറ്റി. അമല, അത് മോളുടെ കൂട്ടുകാരിയല്ലേ? മാലിനി, ആണ്. പക്ഷേ അവൾക്ക് ഇപ്പോൾ ആരവിൽ ഒരു നോട്ടമുണ്ട്. അവനെ വളക്കാനുള്ള ശ്രമം കൊണ്ടാണ് അവൾ ഇത്രയുമായിട്ടും പോകാത്തത്.
അവൾ എൻ്റെ കൂട്ടുകാരിയല്ലേ, ഞാൻ എങ്ങനെ പറഞ്ഞു വിടുക? അമല ഒരിടം കണ്ടിട്ട് നോക്കി സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞതും, ഓഹോ, എൻ്റെ മകനെ അങ്ങനെ ഒരുപാട് പേരൊന്നും നോക്കാൻ നിൽക്കണ്ട. ഈ ആൻറ്റി അവളെ പറഞ്ഞു വിട്ടോളാം. എൻ്റെ മോള് വിഷമിക്കണ്ട. അയ്യോ, ഞാനാ പറഞ്ഞതെന്ന് ഒരിക്കലും അവൾ അറിയരുത് ആൻറ്റി. അമല ഇല്ല, മോള് ധൈര്യമായിട്ടിരിക്കുക. അതും പറഞ്ഞ് മാലിനി അവിടെ നിന്നും ഇറങ്ങിപ്പോയതും അമല സന്തോഷത്തോടെ അമ്മായിയെ നോക്കി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അവൾ സന്തോഷത്തോടെ കോളറൊക്കെ പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഇതോടെ അവൾ വന്ന വഴി തിരിച്ചു വിട്ടോളൂ അമ്മായി. അമല ഒരു ഗൂഢമായ ചിരിയോടെ നിന്നു. തുടരും. കഥ ഇഷ്ടമായാൽ ഒന്ന് അഭിപ്രായം പറയാനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.